നമസ്കാരം. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേത മേനോൻ വിജയിക്കുമെന്ന ഘട്ടത്തിൽ ശ്വേതയ്ക്കെതിരെ കേസ്. മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മനാച്ചേരിയുടെ പരാതിയിലാണ് കേസ്. IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നഗ്നത പ്രചരിപ്പിച്ചു എന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച പരസ്യ ചിത്രങ്ങളിലെയും സിനിമകളിലെയും ഇന്റിമേറ്റ് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അശ്ലീല വെബ്സൈറ്റുകളിലും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പേരിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അഭിനേത്രി എന്ന നിലയിൽ ശ്വേത മേനോൻ സിനിമയിൽ തന്റെ ജോലി ചെയ്തത് ചിലർ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ശ്വേതയുടേത് കൂടാതെ മറ്റ് നടിമാരുടെ രംഗങ്ങളും ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രചരിക്കുന്നതിൽ നടിയെ കുറ്റപ്പെടുത്തിയാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എറണാകുളം സെൻട്രൽ പോലീസിനാണ് അന്വേഷണം ചുമതല. അശ്ലീല വേഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് ശ്വേത മേനോൻ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കാമസൂത്ര പരസ്യം കണ്ടത് കോടിയോളം ആളുകളാണെന്ന് നടി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. കാമസൂത്രയുടെ പരസ്യം കൂടാതെ രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളിൽ നടി ഇന്റിമേറ്റായി അഭിനയിച്ച രംഗങ്ങളുമാണ് പരാതിക്കാരൻ പരാതിയായി ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിൽ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് എന്നതാണ് കരുതുന്നത്. ശ്വേത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുന്നത് തടയാൻ വേണ്ടി ആസൂത്രിത നീക്കം ഒരു വിഭാഗം ആളുകൾ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് മാർട്ടിൻ എറണാകുളം CJM കോടതിയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. ജൂലൈ 30-നാണ് കോടതിയിൽ പരാതി എത്തിയത്. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അനാശാസ്യ നിരോധന നിയമപ്രകാരവും IT ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും തമ്മിലാണ് നേർക്കുനേർ മത്സരം. വനിത പ്രസിഡന്റ് ആകുന്നതിനെതിരെ ഒരു വിഭാഗം നേരത്തെ രംഗത്ത് വന്നിരുന്നു. ക്രിമിനൽ കേസിൽപ്പെട്ടവർ മാറി നിൽക്കണമെന്ന ഫോർമുല പ്രകാരം ബാബുരാജ് അടക്കം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിരുന്നു. ഇതിനിടയിലാണ് ശ്വേതയെ കേസിൽപ്പെടുത്തി പിന്മാറ്റാൻ ശ്രമം നടക്കുന്നത്. അമ്മ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, നാസർ ലത്തീഫ് എന്നിവരും, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രൻ എന്നിവരും മത്സരിക്കും. ജോയിന്റ് സെക്രട്ടറിയായി നടി അൻസിബ ഹസനും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും മാത്രമായി അവശേഷിക്കുകയായിരുന്നു. ശ്വേത മേനോന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജഗദീഷ് പിൻവാങ്ങിയത്. അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത്. അതേസമയം സംഘടനയിലെ വിവാദങ്ങളോടെ എല്ലാ കണ്ണുകളും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും എത്തുന്നുണ്ട്. ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കായിരുന്നു ബാബുരാജ് പത്രിക സമർപ്പിച്ചിരുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ, ആശ അരവിന്ദ് തുടങ്ങിയവർ പത്രിക നൽകിയിരുന്നുവെങ്കിലും പിന്നീട് പിൻവലിക്കുകയായിരുന്നു. അങ്ങനെ ഏറ്റുമുട്ടുന്നവരും പിൻവാങ്ങിയവരും റെക്കോർഡിട്ട തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. അതേസമയം സംഘടനയിലെ വിവാദങ്ങളോടെ എല്ലാ കണ്ണുകളും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും എത്തുന്നുണ്ട്.